ബില്യൺസ് ഓഫ് ബില്യൺ ഓർമ്മകൾ ഒരുപോലെ സ്റ്റോർ ചെയ്തു വെക്കുന്ന, ഒരു മിനിറ്റിൽ ലക്ഷം തവണ കണ്ണു ചെമ്മുന്ന മനുഷ്യന് ഓരോ വിഷ്വലും മനസ്സിൽ ഒപ്പിയെടുക്കുന്ന ഒരു റോബോട്ടിക് ക്യാമറ. അത് നമ്മുടെ തലച്ചോറ് തന്നെയാണ്. മസ്തിഷ്ക ജ്വരം, നൈഗ്രേറിയ ഫ്ലൗറേറിയ എന്ന അമീബ. നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ വ്യക്തമായി തന്നെ ഈ ഒരു അസുഖത്തെക്കുറിച്ച്, മസ്തിഷ്ക ജ്വരത്തെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്നത് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. വെള്ളത്തിൽ നിന്ന് മാത്രമല്ല, മറ്റ് പല രീതിയിലൂടെയും ഇത് പകരാറുണ്ട്. കൂടുതലായും വെള്ളത്തിൽ നിന്നാണ് പകരുന്നത്. അപ്പോൾ കൂടുതൽ പേർക്കുള്ള സംശയമാണ്, ശുദ്ധമായ വെള്ളത്തിലാണ് ഞങ്ങൾ കുളിക്കുന്നത്, അല്ലെങ്കിൽ ശുദ്ധമായ വെള്ളമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്, അപ്പോൾ എങ്ങനെയാണ് ഞങ്ങൾക്ക് ഇത് പകരുന്നത്? ഈ വീഡിയോ ഞങ്ങൾക്കുള്ളതല്ലല്ലോ എന്നൊക്കെ. എന്നാൽ നിങ്ങൾ അങ്ങനെ പറയാൻ വരട്ടെ, ഇത് നിങ്ങൾക്കുള്ള വീഡിയോ തന്നെയാണ്. നമ്മൾ ശുദ്ധവെള്ളത്തിലാണ് കുളിക്കുന്നതെങ്കിലും, ശുദ്ധവെള്ളം മാത്രമാണ് ഉപയോഗിക്കുന്നത് എങ്കിലും, നിങ്ങൾക്കും ഫംഗൽ ഇൻഫെക്ഷൻ ആയിട്ടുള്ള ഈ ഒരു ബ്രെയിൻ ഈറ്റിംഗ് അമീബ വരാൻ സാധ്യത കൂടുതലാണ്. കാരണം നമ്മുടെ ശുദ്ധമായ വെള്ളം, അത് കിണറ്റിലെ വെള്ളമായിക്കൊള്ളട്ടെ, ടാങ്കിലെ വെള്ളമായിക്കൊള്ളട്ടെ, അടച്ചു വെച്ചാണ് സൂക്ഷിക്കുന്നത്, സൂര്യപ്രകാശം ഏൽക്കാത്ത രീതിയിൽ. അതിൽ പലതരത്തിലുള്ള ബാക്ടീരിയകൾ കടക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമത്തെ കാര്യം, കൂടുതൽ വാർത്തകളിലും പത്രത്തിലും ഒക്കെ കണ്ടൊരു കാര്യമാണ്, നമ്മുടെ നദികൾ, തോടുകൾ, പുഴകൾ മുതലായ കുളങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷെ ഇതിലൊന്നും ഇറങ്ങരുത്, കുളിക്കരുത് എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. സത്യസന്ധമായി പറഞ്ഞാൽ ഇറങ്ങരുത്, കുളിക്കരുത്. കാരണം ഈ ആടിനെയും പശുവിനെയും ഈ പോത്തിനെയും ഒക്കെ കുളിപ്പിക്കുന്നത് നമ്മുടെ ഇതേ തോടിലും കുളത്തിലും വെച്ചൊക്കെയാണ്. അപ്പോൾ അത് മുഖാന്തരമാണ് കൂടുതൽ രോഗവും നിങ്ങൾക്ക് വരുന്നത്. നിങ്ങൾക്ക് മാത്രമല്ല, ഞാൻ അടങ്ങുന്ന ഒരു സമൂഹത്തിന് വരുന്നത്. അല്ലാതെയും മലിനജലം കെട്ടിക്കിടക്കുന്ന കുളത്തിലും അരുവിയിലും ഒക്കെ കൂടുതലായി വന്നേക്കാം. ഹോട്ടൽ മാലിന്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് കടകളിലെ മാർക്കറ്റുകളിലെ വേസ്റ്റുകൾ എല്ലാം ഇതുപോലെ തോട്ടിലും കുളത്തിലുമാണ് കൊണ്ട് തള്ളുന്നത്. അതുകൊണ്ട് തന്നെ അസുഖം വരും എന്നുള്ളത് 100% ഉറപ്പാണ്. ആടിനെയും പശുവിനെയും കുളിപ്പിക്കുന്നത് തെറ്റാണെന്നല്ല പറയുന്നത്. അതിപ്പോൾ കുളിപ്പിക്കുന്നെങ്കിൽ ആരും ഇറങ്ങാത്ത അരുവിയിലോ തോടിലോ കൊണ്ടുപോയി പോത്തിനെയും ഒക്കെ കുളിപ്പിക്കാം. പക്ഷെ നിങ്ങൾ കൂടുതലായി റോഡരികത്തുള്ള പുഴയിലും അരുവിയിലും ഒക്കെ മുഖം കഴുകാറുണ്ട്. മൂന്നാമത്തെ സംശയം എന്താണെന്നാൽ, ഇത് എങ്ങനെയാണ് പകരുന്നത്? ഇത് മൂക്കിലൂടെയാണ് പകരുന്നത്. നമ്മൾ കുളിക്കുമ്പോഴോ മുഖം കഴുകുമ്പോഴോ വെള്ളം മൂക്കിലൂടെ തലച്ചോറിലേക്ക് കയറുന്നു. അതാണ് ഇതിന്റെ ആദ്യത്തെ പ്രവർത്തനം എന്ന് പറയുന്നത്. നമുക്കിത് എങ്ങനെ മനസ്സിലാക്കിയെടുക്കാം? നൈക്ലേറിയ ഫ്ലോറ എന്ന ഈ ഒരു അസുഖം, ബ്രെയിൻ ഈറ്റിംഗ് അമീബ, എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ കടക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. മൂക്ക് വഴി അത് തലച്ചോറിലേക്ക് കടക്കും. ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം പ്രതിരോധമാണ് നടത്തേണ്ടത്? നമുക്ക് ഇത് എങ്ങനെ മനസ്സിലാക്കിയെടുക്കാം ഈ ഒരു അസുഖം നമുക്ക് ഉണ്ട് എന്നത്? അതിനൊറ്റ കാര്യമാണ്, പനി, ചുമ, ജലദോഷം മുതലായവ വരികയും കഴുത്തിന് അസഹ്യമായിട്ടുള്ള വേദന സംഭവിക്കുകയും കഴുത്തിങ്ങനെ തിരിക്കുമ്പോൾ ഒരിക്കലും തിരിക്കാൻ കഴിയാത്ത ഒരവസ്ഥ വരികയും ഇടത്തും വലത്തും ഒക്കെ കഴുത്ത് തിരിക്കാൻ കഴിയാത്ത അവസ്ഥ. അതുപോലെ തന്നെ നല്ല വേദന, കണ്ണിന് ചെറിയ ഒരു പുകച്ചിൽ, അല്ലെങ്കിൽ ചെറിയൊരു നമുക്ക് സ്ഥിരം ഉള്ളതല്ലാത്ത പല പ്രോബ്ലംസും ഉണ്ടാവുക. ഈ ഷുഗർ വരുന്ന സമയത്തൊക്കെ അമിതമായി വരുമ്പോൾ ഒരു മനുഷ്യന് സംഭവിക്കുന്ന ഒരു രീതി, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഛർദി നല്ല രീതിക്ക് ഉണ്ടാവുക, നമ്മൾ കഴിച്ചത് മാക്സിമം പുറത്തേക്ക് വരിക. ഇതുപോലെ എല്ലാം ഒന്നിച്ചു വരികയാണെങ്കിൽ ഒരു ഡോക്ടറെ കാണുകയും ചികിത്സ തേടുകയും ചെയ്യേണ്ടതാണ്. ഇതുപോലെ വെറുതെ യൂട്യൂബ് വീഡിയോ കണ്ടുകൊണ്ടിരുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക. സാധാരണയായി നമ്മുടെ കിണറ്റിലെ വെള്ളം ശുദ്ധീകരിക്കുവാനായി ചെയ്യേണ്ടത് 1000 ലിറ്റർ വെള്ളത്തിന് 2.5 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ എന്ന നിരക്കിലാണ് കുഴമ്പ് പരുവത്തിലാക്കി വെള്ളത്തിലേക്ക് ഇറക്കി കുറച്ചു നേരം വെള്ളം അനക്കാതെ വെക്കുക. അതിനുശേഷം അത് യോജിച്ചു വന്നുകൊള്ളും. അപ്പോൾ അങ്ങനെയാണ്, ഇതേ രീതിയിലാണ് വെള്ളം ശുദ്ധീകരിച്ചെടുക്കുന്നത്. 1000 ലിറ്ററിന് 2.5 ഗ്രാം. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ടാങ്ക് ആണെങ്കിൽ പോലും മാസത്തിൽ ഒരു തവണയെങ്കിലും കഴുകുന്നതും വൃത്തിയാക്കുന്നതും വളരെ നല്ലതാണ്. ഇനി ഒരുപാട് ഹൈറ്റ്സിലൊക്കെ ആയിരിക്കും ഈ ടാങ്ക് വെച്ചിരിക്കുന്നത്. അത് ഇനി ചാടി കയറിയാലും കുഴപ്പമൊന്നുമില്ല. കാരണം ഈ വൃത്തിയാക്കിയില്ലെങ്കിൽ ഇതുപോലുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ, തലച്ചോറിനൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ അത് വലിയ പ്രോബ്ലമാണ്. അതുകൊണ്ട് ചാടി കയറി വൃത്തിയാക്കിയാലും കുഴപ്പമില്ല. കാലൊടിഞ്ഞാലും തലയ്ക്കൊന്നും സംഭവിക്കില്ലല്ലോ. ധാരാളം യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കുളിക്കാനായി ഉപയോഗിക്കുന്നത് ഹോട്ടൽ റൂമിലെ ബാത്റൂമും, അല്ലെങ്കിൽ ഇതുപോലെ ബസ് സ്റ്റാൻഡിലോ ബസ് സ്റ്റോപ്പിലോ ഒക്കെ ഉള്ള ബാത്റൂമിലൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. കൂടുതൽ അതൊന്നും ഉപയോഗിക്കാതിരിക്കുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ വലിയ വലിയ ഹോട്ടലുകളിലെ സ്വിമ്മിംഗ് പൂൾ, ആ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുകയാണെങ്കിൽ തന്നെ അവർ വെള്ളം അങ്ങനെ ഉടനെ മാറ്റുകയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മൂക്കിൽ ഒരു ക്ലിപ്പ്, എന്താ പറയാ, നോസ് ക്ലിപ്പ് ഉപയോഗിച്ച ശേഷം മാത്രം കുളിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഒരു കാരണവശാലും കണ്ണിൽ വെള്ളം കയറിയാലും മൂക്കിലൂടെ വെള്ളം കയറരുത്. പിന്നീട് ഈ ഒരു അസുഖത്തിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നാൽ,
ഈ അസുഖം എനിക്കോ നിങ്ങൾക്കോ ആർക്കെങ്കിലും ഒരാൾക്ക് ബാധിച്ചു എന്നിരിക്കട്ടെ, അങ്ങനെയെങ്കിൽ ഒരിക്കലും പകരുകയില്ല. കാരണം നമ്മുടെ തലച്ചോറിന് ബാധിച്ചു കഴിഞ്ഞാൽ അടുത്തിരിക്കുന്ന ആൾക്കോ ഇപ്പോൾ നമ്മുടെ മാതാപിതാക്കൾക്കോ കുട്ടികൾക്കോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കോ ഭാര്യ ഉണ്ടെങ്കിൽ അവർക്കോ ആർക്കും ശരീരത്തിലൂടെ പകരുകയില്ല. കാരണം ഇത് ബ്രെയിൻ സംബന്ധമായ അസുഖമായതുകൊണ്ട് തന്നെ പകരുകയില്ല. അതുകൊണ്ട് അധികം പേടിക്കേണ്ട കാര്യമില്ല. ഈ അസുഖം വന്നു കഴിഞ്ഞാലും വീട്ടുകാരുമായിട്ടൊക്കെ ഇടപഴകാം, സുഹൃത്തുക്കളുമായിട്ടൊക്കെ സംസാരിക്കാം, അടുത്ത് ഇടപഴകിയാലും ഒന്നിച്ച് ഭക്ഷണം കഴിച്ചാലും വേറെ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് വരാതിരിക്കാൻ വേണ്ടി വെള്ളം ശുദ്ധീകരിക്കുക, അത് നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ചെറിയ കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വളരെ വലിയ ദോഷം തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക, വെള്ളം വേണ്ട വിധത്തിൽ മാത്രം ഉപയോഗിക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് സോപ്പും സാനിറ്റൈസറും ഉപയോഗിച്ച് നന്നായിട്ട് കൈകൾ വൃത്തിയായി കഴുകുക. പാചകം ചെയ്യുന്ന ആളുകളാണെങ്കിലും വീട്ടിൽ ജോലി ചെയ്യുന്ന വീട്ടമ്മമാരാണെങ്കിലും കൈ നന്നായിട്ട് കഴുകി സാനിറ്റൈസ് ചെയ്ത് കഴുകിയതിന് ശേഷം മാത്രമേ അടുക്കളയിൽ കയറാവൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ സുരക്ഷിതമായി ഇരിക്കാനുള്ള ഒരു മുൻകരുതലാണ് ഈ ഒരു വീഡിയോ. എല്ലാവർക്കും എന്റെ ചെറിയ ടോപ്പിക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ മനോഹരമായ മറ്റൊരു ടോപ്പിക്കുമായി നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നത് വരെ സൈനിങ് ഓഫ് മഹാവിഷ്ണു. ടാറ്റാ.